ട്രെക്കിംഗ് പോകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് മൃദുലയും യുവയും. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നുവെന്നാണ് പറയുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ മൃദുലയും യുവയും വളരെയധികം സ്നേഹത്തോടെയാണ് പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. ഇപ്പോഴിതാ അഗസ്ത്യാർകൂടം എന്ന ഏറ്റവും കൂടുതൽ ട്രെക്കിങ്ങിൽ പേര് കേട്ട ഒരു ട്രെക്കിംഗ് മല കയറാനുള്ള തയ്യാറെടുപ്പിനിടയിൽ പകുതിക്ക് വെച്ച് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്ന മൃദുലയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പീക്ക് പോയിന്റ് എത്താനായിട്ട് സാധാരണ ആളുകളൊക്കെ 7 മണിക്കൂർ എടുക്കുമെങ്കിൽ ഞങ്ങൾ 8 മണിക്കൂറോളം എടുത്തു. കാടിൻ്റെ നടുക്ക് വെച്ച് ഞാൻ അലറിക്കരഞ്ഞു, എനിക്കിനി പറ്റില്ല എന്നത്. ക്യാമ്പിലെത്തിയതിനു ശേഷം അഗസ്ത്യാർ മല കയറാൻ ഞാൻ ഉണ്ടാകില്ല എന്നും ഞാൻ കയറില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ പറഞ്ഞ് ഞാൻ കാട്ടിനുള്ളിൽ വെച്ച് തന്നെ കരഞ്ഞു. മഴ പെയ്തപ്പോൾ കാടിൻ്റെ സ്വഭാവം ആകെ മാറിത്തുടങ്ങി. ഭയാനകമായൊരവസ്ഥയാണ്. നമ്മുടെ കൂടെ ഗൈഡുണ്ട്, എൻ്റെ കൂടെ ഏട്ടനുമുണ്ട്. പക്ഷെ അതൊന്നുമല്ല, നമ്മുടെ ഉൾവലിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ എവിടെയോ കിടക്കുന്ന ഭയമാണ്. അതാണ് നമ്മളെ ഇത്രയും അധികം ചവിട്ടിത്താഴ്ത്തുന്നതെന്ന് തോന്നിപ്പോകും. അത്രമാത്രം ഭയാനകമായ കാര്യങ്ങളിലൂടെ കടന്നു പോകും. ഓരോ തവണയും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്. സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. മൃദുലയ്ക്ക് പറ്റും, പറ്റായികയൊന്നുമില്ല, വിഷമിക്കണ്ട. മകളെ അമ്മയുടെ അരികിൽ ഏൽപ്പിച്ചിട്ടാണ് ഇവർ പോയത്. അതിൻ്റെ ഒരു വിഷമം കൂടി മൃദുലയെ ഇങ്ങനെ തട്ടി നിർത്തുന്നുണ്ട്. അതും ഒരു കാരണമാണ് എന്ന് തന്നെ പറയണം. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ സംസാരിക്കുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത്തരത്തിൽ ഓരോ വാർത്തയും പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ആരാധകരൊക്കെ തന്നെയും വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമായും ഇത് മാറുകയും ചെയ്യുന്നു. മൃദുലയ്ക്ക് ഇത്ര കഷ്ടപ്പാടാണ് എന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നാണ് ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെ സംഭവിക്കേണ്ടതേ അല്ല. ശരിക്കും മൃദുലയ്ക്ക് അഗസ്ത്യാർകൂടം വളരെയധികം പാടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. മതിയായ പ്രിക്കോഷൻസ് എടുത്തിട്ടില്ലായിരുന്നു തോന്നുന്നു. എന്തു തന്നെ ആയാലും മൃദുലയെ വല്ലാതെ അത് വിഷമിപ്പിച്ചു എന്ന് മനസ്സിലാകുന്നു. മൃദുലയ്ക്ക് അത് സങ്കടമായി മാറുന്നുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ ഇത് മനസ്സിലാക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി ഇത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും മൃദുലയ്ക്ക് പിന്തുണയാണ് നൽകുന്നത്. മൃദുല ഭയക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്കത് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയായി മാറുന്നുണ്ടെന്ന് പറയാം. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയാണ് മൃദുല പങ്കുവയ്ക്കാറ്. ഇത്തവണ മൃദുലയ്ക്ക് പിന്തുണയുമായി തന്നെയാണ് പ്രേക്ഷകർ എത്തിയത്. പ്രേക്ഷകർ ഓരോ തവണയും ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്ന വാക്കുകളുമായി തന്നെ എത്താൻ ശ്രമിക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം. ആരാധകർക്കും ഇത് വളരെയധികം സ്നേഹമായി മാറുന്നു. എല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വാർത്തയുമായി എത്തുന്ന മൃദുല ഇനിയും അങ്ങനെ തന്നെ എത്തണമെന്ന് തന്നെ പറയണം. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മൃദുലയ്ക്ക് പറ്റട്ടെ എന്നും അഗസ്ത്യാർമല എന്തായാലും മൃദുല കയറുമെന്ന് ഞങ്ങൾക്കറിയാമെന്നും കുറച്ച് താമസിച്ചാലും സാരമില്ല, ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.